പാലക്കാട് യുവാവ് മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. ഡോക്ടറുടെ അശ്രദ്ധയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. രക്തം കയറ്റി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രക്തം ഛർദ്ദിച്ച് അപ്പോൾ തന്നെ മരിച്ചു. 16-ാം തീയതി രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ ശ്രീ അനീഷ് കുമാറിൻ്റെ വീട്ടിലാണ്. അവർക്കെതിരെ ആരോപണമായിട്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശ്രീ രതീഷ്. ശരിക്കും എന്താ സംഭവിച്ചത്? ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏട്ടൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി നല്ല കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഏട്ടൻ മരണപ്പെട്ടത്. അതാണ് ഞങ്ങൾ സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലുകാർക്കെതിരെ. അപ്പോൾ ഏട്ടന് ഇവിടുന്ന് പോകുമ്പോൾ സേവന ഹോസ്പിറ്റലിൽ നിന്ന് ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർലി സേവന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ളൊരു വിഷയം പറഞ്ഞത് മലത്തിലൂടെ ബ്ലഡ് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവിടുത്തെ രാജീവ് ഗാന്ധി ഡോക്ടറും സമ്മതിക്കുന്നുണ്ട് മലത്തിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ബ്ലഡ് സ്കാനിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും തയ്യാറായില്ല. ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായത് അറിയുമല്ലോ. ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ബ്ലഡ് നിറയുന്ന വയറ്റിൽ. അപ്പോൾ അവരത് ചെയ്യാൻ തയ്യാറായില്ല, ചെയ്തില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. അവസാനം കുറേ ഇഞ്ചക്ഷനോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്കറിയില്ല. 9:30 കൂടിയിട്ട് ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലൂടെ ബ്ലഡ് കുറവാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേഴ്സ് പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് അവിടെ മേടിച്ചു കൊടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ബ്ലഡ് റിസൾട്ട് മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കയറ്റിയതിൽ 2 മിനിറ്റ് എന്തോ ബ്ലഡ് കയറ്റേ ചെയ്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ആൾ ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പം തന്നെ സ്പോട്ടിൽ മരണമായി. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഇന്റേണൽ നമ്മൾ ബാത്റൂം പോകുമ്പോൾ മലത്തിലൂടെ ബ്ലഡ് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട്. ബ്ലീഡിങ് ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ബ്ലീഡിങ് ആ ഡോക്ടറും അത് കണ്ടെത്തിയിട്ടുണ്ട്, മലത്തിലൂടെ ബ്ലഡ് പോകുന്നുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സ്റേ എടുക്കുക, സ്കാനിങ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ മരണം സംഭവിക്കില്ലായിരുന്നു. ചെയ്തിട്ടില്ല. ഒരു എക്സ്റേയോ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. 3:22 ഇതവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതാണ്, അവിടുത്തെ OP രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. 3:22 PM ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 9:30 മണിക്കാണ് മരിക്കുന്നത്. ഇത്രയും ടൈമിനുള്ളിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് അർത്ഥത്തിലാണ് കാണുന്നത്? ഞങ്ങൾ അവിടെ എത്തിയതും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ആളിനെ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സിസ്റ്ററും കാര്യങ്ങളും പറഞ്ഞത് ഇവിടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾക്ക് ഡോക്ടർമാരുണ്ടായില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ, നാളെ രാവിലെ നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ മാറ്റാം, ഡോക്ടറെ കണ്ടിട്ട് റിപ്പോർട്ട് കാണിച്ച് നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ മാറ്റാമെന്ന് പറയാണ്. നോർമൽ വാർഡിലിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഇല്ല. ICUലാണെങ്കിൽ പോലും നമുക്ക് ടെൻഷനില്ല. കാരണം ICUലാണ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോകായിരുന്നു. വാർഡിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു 9:30 മരണപ്പെടുന്നത്. ഇവിടെ തീരെ സുഖമില്ല, എമർജൻസി ആണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് കൂടുതലാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി നോക്കുമ്പോൾ ഏട്ടൻ കിടന്ന ബെഡിൽ ബ്ലഡ് മാത്രമാണ് കാണുന്നത്. കുറേ ബ്ലഡ് ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. അതിനുശേഷം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ICUലാണ് പറഞ്ഞു. സെക്കൻഡ് ഫ്ലോറിലാണ് അഡ്മിറ്റ് ചെയ്ത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ICU. ഓടിപ്പോയി സ്റ്റെപ്പിലൂടെ വന്ന് പോകുമ്പോൾ ആൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചാൽ എന്താണ് സിസ്റ്ററെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പോൾ തന്നെ ഹാർട്ട് സ്റ്റെക്കായി. അങ്ങനെ ഡോക്ടർ ഇല്ല. പിന്നെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ICUയിൽ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ICU എത്തുമ്പോഴേക്കും മരണപ്പെട്ടു, എനിക്കറിയില്ല, ഡോക്ടർ വേറെയാണ് നോക്കിയത്, ഡ്യൂട്ടി ഡോക്ടറാണ് നോക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഡ്യൂട്ടി ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വരാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾക്ക് മരണം കാരണം എന്താണെന്ന് അറിയണമല്ലോ, പറഞ്ഞു തരാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ MDനെ വിളിച്ചു. MD വന്നില്ല. MD പോലീസുകാരനെ വിളിച്ചു. പാലക്കാട് നോർത്തുനിന്നും വേറൊരു വിഭാഗം കൂടി വന്നിട്ടുണ്ടായിരുന്നു. 2 പേര് വന്നു. അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വീണ്ടും ഡ്യൂട്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. കാര്യങ്ങൾ അപ്പോൾ വ്യക്തമല്ലാന്ന് പറഞ്ഞു. അവർ നോക്കിയ ഡോക്ടറാണ്, അവരെ വരുത്തിച്ചു. അപ്പോഴേക്കും ഒരുപാട് സമയങ്ങളായി. 10 മണിക്ക് നമ്മളെ സംബന്ധിച്ച് 1 മണി 1:30 ആയി. അപ്പോൾ അങ്ങനെ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം, മലത്തിലൂടെ ബ്ലഡ് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്നത് മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരു വ്യക്തിക്ക്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഇവരൊരിക്കലും വാർഡിലിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, ICUലിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. ഇവർ 9:30 ബ്ലഡ് കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. 1 യൂണിറ്റ് 7:30 ആകുമ്പോൾ ഞാൻ അമ്മനെ കണ്ടിരുന്നു. വീട്ടിൽ അമ്മ ഇതുപോലെ തിരിച്ചു വന്നിരുന്നു. അച്ഛനും ഏടത്തമ്മയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് രാത്രി സമയത്ത്. അപ്പോൾ അമ്മൻ്റെ ചോദിച്ച് പറഞ്ഞു ബ്ലഡ് ഒരു ബോട്ടിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. നാളെ അവർക്ക് കൊടുത്താൽ മതി. ശരി, അപ്പം കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ വരുമ്പോൾ അത്ര വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ല. ആള് ഓട്ടോയിൽ സ്വയം കയറി നടന്നു പോയതാണ്. പിന്നെ അതുപോലെ അവിടെ പോയി ബാത്റൂം മുഴക്ക് തനിച്ച് തന്നെയാണ് പോയത്. അങ്ങനെ വലിയ പ്രശ്നം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുക കാര്യങ്ങളൊന്നും ചെയ്യില്ല.
ഈ ബ്ലഡ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് മലത്തിലൂടെ. പക്ഷേ എക്സ്റേ എടുക്കാൻ ഒന്നും തയ്യാറായി. എക്സ്റേ എടുത്തൊന്നും അവർ ഡോക്ടറല്ലേ നിർദ്ദേശിക്കേണ്ടത്. നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയാം, നമ്മൾ സാധാരണക്കാരാണ്, ഡോക്ടർമാരാണ്, എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത് പറയേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ നോക്കി അറിയാം, രജിസ്റ്ററിൽ നോക്കി അറിയാം, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഫയലിൽ നോക്കി അറിയാൻ പറ്റുമല്ലോ അവർക്ക്. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇതായത്. എക്സ്റേ എടുക്കുക, ഒരു സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉള്ളത് അറിയാൻ പറ്റുമായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഡോക്ടർമാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ വീഴ്ചക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് നമ്മൾ അവരെ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇവിടുത്തെ രാജീവ് ഹോസ്പിറ്റലിനെതിരെ ഗുരുതരമായ ആരോപണമായിട്ടാണ് അവരുടെ കുടുംബശ്രീ അദ്ദേഹത്തിൻ്റെ അനുജൻ സഹോദരൻ ശ്രീ രതീഷ് പറയുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വളരെ നിഷ്ക്രിയത്വമായിട്ട് അവർ പെരുമാറിയത്. വളരെ അവിടെ ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളിത് കഴിഞ്ഞ് 1 മണി 1:30 ഏകദേശം 2 മണിയൊക്കെ ആവും. ഞങ്ങൾക്ക് പരാതി കൊടുക്കണമെന്നായി. പരാതി കൊടുക്കണം വേണ്ടി ഇത് നോർത്ത് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ നോർത്ത് സ്റ്റേഷൻ പരിധിയിലാണ്. പിന്നെ നോർത്ത് സ്റ്റേഷനിൽ പോയി ഇവിടെ 2 പോലീസുകാരുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ അവർ ആ പരാതി എടുക്കാൻ തരില്ല. അവർ പറയുന്നത് ഇത് നോർത്ത് സ്റ്റേഷൻ പരിധിയിലല്ല, നിങ്ങൾ ചെയ്യേണ്ടത് മങ്കരയിലാണ്, നിങ്ങളുടെ വീട് പറളിയിലാണ്. ഞങ്ങൾ പറയുന്നുണ്ട് വീണ്ടും മരണപ്പെട്ടതിന് ശേഷം എല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഇരുന്ന് മരിച്ചാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തന്നില്ല. ആ ഡോക്ടർക്കും ഹോസ്പിറ്റലിനെതിരെയാണ് കംപ്ലയിൻറ്റ്, ഞങ്ങൾക്ക് പരാതി നിങ്ങൾക്ക് തരാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല, സ്വീകരിക്കാൻ തയ്യാറല്ല അവർ. ഒരുപാട് നേരം 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചെലവഴിക്കേണ്ടി വന്നു. ഈ 10 മണിക്ക് മരണം സംഭവിച്ച് എൻ്റെ ജ്യേഷ്ഠന് മരണം സംഭവിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്രയും ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ. എന്നിട്ടാണ് അവിടെ പോയത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വന്നു. അത് കഴിഞ്ഞിട്ട് നിവൃത്തിയില്ല, വേറെ മങ്കരയെ കൊണ്ടുവന്നു. മങ്കര പോലീസ് CIനെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ CI പറഞ്ഞു ഇവിടെ എല്ലാം ചെയ്യുന്നത് അത് മങ്കരയിൽ തന്നെയാണ്, ഇവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മങ്കരയിൽ പോയി. മങ്കരയിൽ പോയപ്പോൾ മങ്കരയിലെ പോലീസുകാരും കാര്യങ്ങളും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവിടെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി അവിടെയും നടന്നിട്ട് ഇനി അങ്ങോട്ട് പോകും കാര്യങ്ങൾ നടക്കില്ല, അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. അവരുടെ നല്ല മനസ്സിന് അവരവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. പിറ്റേ ദിവസം രാവിലെ മങ്കരയിൽ നിന്ന് SI കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ പരാതി ഉന്നയിച്ചത് കാരണം പോസ്റ്റ്മോർട്ടം തൃശ്ശൂരിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തൃശ്ശൂരിലേക്ക് പോലീസുകാരെ വരുവും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്പീഡായി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് കുടുംബം ആരോപിക്കുന്നു. അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ട് പോലും അവിടുത്തെ പോലീസുകാരും അവർക്കെതിരെ വേണ്ട നടപടികൾ എടുത്തില്ല എന്നും, അതുപോലെ തന്നെ ഒരു പരാതി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് പോലും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 95 വേണ്ടി പാലക്കാട് നിന്നും സനോജ് മന്ത്ര.